കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓൺലൈനിൽ കേൾക്കാവോ? കേൾക്കാം സാർ. Okay. So, good morning, everyone. My name is Vishnu Sadanand, Academic Manager at Thailand IAS. So, before we start your inaugural ceremony, നമുക്ക് we'll start with a silent prayer. കാരണം ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് UPSC പ്രിപ്പറേഷൻ ജേർണിയാണ്. ഫോർ ദാറ്റ് നമുക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് സൈലന്റ് പ്രെയർ. നിങ്ങളെല്ലാവരും സീറ്റിൽ തന്നെ ഇരുന്നോ. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് വിൽ മേക്ക് എ സൈലന്റ് പ്രെയർ. Thank you. So we'll start with welcome speech. So I invite our director, Jishnu Krishna, to deliver the welcome speech. ഹലോ, ഓൺലൈനിൽ എൻ്റെ ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ എല്ലാവരുടെ ഫേസിലും. കേസ് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? റൈറ്റ്, എല്ലാവരും ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി നിൽക്കുക അല്ലേ? റൈറ്റ്, ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജിഷ്ണു എന്നാണ്. ഐലൻഡ് ഡയറക്ടർ, വൺ ഓഫ് ദ ഡയറക്ടറാണ്. സോഷ്യോളജി ഓപ്ഷനിലും ഇന്ത്യൻ സൊസൈറ്റി പേപ്പറും പഠിപ്പിക്കുന്ന ആളാണ്. റൈറ്റ്, വൈകാതെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഞാൻ ആദ്യം തന്നെ എൻ്റെ കർമ്മത്തിലേക്ക് കടക്കാം. എൻ്റെ കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഡയറക്ടർ ഓഫ് ഐലൻഡ് IAS ഡയസ് സാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് വൺ, ഭയങ്കര പ്രൗഡായിട്ട് വെൽക്കം ചെയ്യാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒഫീഷ്യലി ദേവികയെ ഫുൾ നെയിം വിളിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദേവിക പ്രിയദർശിനി IFS, വെൽക്കം ടു ദ പ്രോഗ്രാം. ഇതുവരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് വിളിക്കുമ്പം IFS എന്ന പേരും കൂടി ചേർത്ത് വിളിക്കണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്, റൈറ്റ്, നിങ്ങൾ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക്. വെൽക്കം ടു ദ പ്രോഗ്രാം. എല്ലാവരോടും ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തോടു കൂടി ഐലൻഡിന്റെ ഭാഗത്തു നിന്ന് എന്താ പറയുക, ഒരു വെൽക്കം നേരുന്നു. രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം, ടെസ്റ്ററിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും ഇപ്പോൾ കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും, ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും. എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനിയുള്ള ജേണി എങ്ങനെയാണ് എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇത് എല്ലാ ഒരു ആസ്പിറന്റിനും അവരുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തുടങ്ങുന്ന ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾ നേരിട്ടിരിക്കുന്നത്. സോ ആ കൺഫ്യൂഷൻ എൻജോയ് ചെയ്യുക. ആൻഡ് ഫൈനലി ഇപ്പം ദേവിക വന്നിരിക്കുന്ന പോലെ തന്നെ സർവീസിൽ കയറിയിട്ട് വളരെ സമാധാനമായിട്ട് വന്നിരിക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനെ പറ്റി ഒറ്റ ചെറിയ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം നിർത്താം. റൈറ്റ്, കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പണ്ട് മുതൽ പഠിച്ചു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ജയിച്ചവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനുണ്ടാവും അല്ലേ? റൈറ്റ്, ജയിച്ചവരുടെ പാത പിന്തുടരണം. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ്, തോറ്റവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ടാവും. ഐലൻഡ് ഇസ് എ മിക്സ് ഓഫ് UPSCയുടെ രണ്ട് ജേണി കൂടി ഉള്ളതാണ്. കുറച്ച് തോറ്റ പേരുണ്ട് ഇവിടെ, കുറച്ച് ജയിച്ച ആളുകളുണ്ട് ഇവിടെ ഐലൻഡ് ടീമിൽ. അപ്പൊ രണ്ട് തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പോഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കേരളത്തിലെ വളരെ മിനിമം ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐലൻഡ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ടോപ്പേഴ്സും അതുപോലെ തന്നെ ഈ എക്സാമിന്റെ ഭാഗമായിട്ട് നല്ലോണം ഇൻവോൾവ് ചെയ്ത ആളുകളും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ളൂ. അതിൽ ഏറ്റവും പ്രൈമറി നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് രണ്ട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണ്. എങ്ങനെ തോൽക്കരുത് എന്ന് തോറ്റ ആളുകളിൽ നിന്നും പഠിക്കാം, എങ്ങനെ ജയിക്കണമെന്ന് ജയിച്ച ആളിൽ നിന്നും പഠിക്കാൻ വേണ്ടി പറ്റുന്ന അപൂർവ നിമിഷങ്ങളാണ് നിങ്ങൾക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നത്. റൈറ്റ്, ദെൻ ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെല്ലാം കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? കുറെ പേര് മോക്കിലൊക്കെ പറയുന്നുണ്ടാവും, ഒറ്റയ്ക്ക് പഠിച്ചു, ഒറ്റയ്ക്ക് ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്തിനാ ഇപ്പോൾ ഈ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ നിങ്ങൾ വരുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഇത്രയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പൈസ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം പൈസ, ഇത്രയും പൈസ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. റിമെമ്പർ വൺ തിങ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷന് കഴിഞ്ഞ 5 വർഷമായിട്ട് കണ്ടിന്യൂസ്, കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ട്. അതിനും അപ്പുറത്തേക്കായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനെ കയറ്റുന്ന, വളരെ ചുരുങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, ഏക ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐലൻഡ് IAS എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് കയറുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. റൈറ്റ്, അതിന് ഞാൻ വേറെ ഒരു എക്സാമ്പിളിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. മാഡം ഒബ്വിയസ്ലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞാൻ മാഡം എന്ന് വിളിച്ചത് ഭയങ്കര സന്തോഷത്തോടെ വിളിച്ചാണ്.
ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആദ്യം തന്നെ എല്ലാവരും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് നിങ്ങളായിരുന്നു, ഓൺലൈൻ ബാച്ചിനായിരുന്നു ആലോചിച്ചത്. റൈറ്റ്. എനിവേ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് 2 സെഷൻസ് ഉണ്ടായിരിക്കും. അബൌട്ട് ഐലൻഡ് ഡൈസാർ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞുതരും, എന്താണ് ഈ ഐലൻഡ് ജേണി എന്നുള്ളത് പറഞ്ഞുതരും. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ സെഷനിൽ തന്നെ കിട്ടും. ദേവിക വളരെ ക്ലിയർ ആയി നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താണ് ഒരു കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതും, അല്ലെങ്കിൽ സിവിൽ സർവീസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത്. അതിലൊരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് കാണിച്ചു തന്നിട്ടുള്ള വ്യക്തിയാണ് ദേവിക. സിമിലർ മോഡൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് പറയാണ്, ഡിസിപ്ലിൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർവീസ് കിട്ടുന്നുള്ള വിശ്വാസമുണ്ട്. ആൻഡ് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സർവീസ് കിട്ടാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. വെൽക്കം ടു ദ പ്രോഗ്രാം. ഒരു നല്ലൊരു ജേണി ആവട്ടെ, അടിപൊളി ജേണി ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഞാൻ ഡൈസാറിലേക്ക് പോകാം. ഡൈസാർ ഐലൻഡിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. റൈറ്റ്, ശരി. താങ്ക് യു ജിഷ്ണു. സി, നിങ്ങളൊരു വലിയൊരു തോട്ട് പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു പോയിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. നിങ്ങൾ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലേ? സോ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 2 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ജേർണിയിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 2 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് നിങ്ങൾ തന്നെയാണ്. സോ ദ ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ജോയിൻ ചെയ്തു, പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാക്കുന്ന ചില എലമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ടാകാം ചില കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങനെ ആ സംശയം പാടില്ല. യു ഷുഡ് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വേണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഈ ഒരു ജേർണിയിൽ സഹായിക്കുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്കൊരു വിശ്വാസം വേണം. സോ യു ഷുഡ് ഹാവ് എ ട്രസ്റ്റ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഈ 2 എലമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യത്തെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷൻ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ലൈഫിൽ ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങൾ ഇതുവരെ എന്തായിരുന്നോ എന്നത് ഇനി പ്രസക്തമല്ല. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഒരു സിവിൽ സർവീസ് കിട്ടിയ ഒരാളോട് നമ്മൾ ഒരിക്കലും അയാൾ എന്ത് പഠിച്ചെന്നോ, അയാൾക്ക് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ടെന്നോ, അല്ലെങ്കിൽ അയാൾ യൂണിവേഴ്സിറ്റി ടോപ്പർ ആണോ എന്നൊന്നും നമ്മൾ ആരും ചോദിക്കത്തില്ല. സോ അയാൾ സിവിൽ സർവീസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അയാളുടെ ഐഡന്റിറ്റി ഇനി അതാണ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നൗ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരും ഇത് ക്ലിയർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളൊരു റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കാം. ഓക്കെ, സോ 1000 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ റീജിയണലി എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ടാവും. അതിൻ്റെ അകത്ത് ഇപ്പോൾ BA ഉള്ളവരുണ്ടാവും, BSc ഉള്ളവരുണ്ടാവും, ലിറ്ററേച്ചർ പഠിച്ചവരുണ്ടാവും, ലോ പഠിച്ചവരുണ്ടാവും, മെഡിസിൻ പഠിച്ചവരുണ്ടാവും, എഞ്ചിനീയറിംഗ് പഠിച്ചവരുണ്ടാവും, ഓക്കെ, കൊമേഴ്സ് പഠിച്ചവരുണ്ടാവും, എല്ലാത്തരം ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, MBA BBA MBA ചെയ്തവരുണ്ടാവും. അപ്പോൾ എല്ലാത്തരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരും കിട്ടും. അതുപോലെ തന്നെ എല്ലാ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ഓക്കെ, ഇപ്പം 10ാം ക്ലാസ് വളരെ കുറവ് മാർക്കുള്ളവർ പാസ്സാകാറുണ്ട്, 10ാം ക്ലാസ് തോറ്റുപോയവർ പാസ്സാകാറുണ്ട്, 12ാം ക്ലാസ് വളരെ കുറച്ച് മാർക്കുള്ളവർ പാസ്സാകാറുണ്ട്, തോറ്റുപോയവർ പാസ്സാകാറുണ്ട്. ഈവൻ ഗ്രാജുവേഷനിലും അതേപോലെ തന്നെ. ഗ്രാജുവേഷനിലൊക്കെ നിങ്ങൾ ഫൈനലി നിങ്ങൾക്ക് പാസ് മീൻസ് തോറ്റുപോയെന്ന് പറഞ്ഞാൽ ആദ്യം തോറ്റുപോയിട്ട് പിന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ ഉള്ളവർ പാസ്സാകാറുണ്ട്. ഓക്കെ, അതുപോലെ ഗ്രാജുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ഹൈ മാർക്കൊന്നും ഇല്ലാത്തവരും പാസ്സാകാറുണ്ട്, അതേപോലെ ഹൈ മാർക്കുള്ളവരും പാസ്സാകാറുണ്ട്. ഓക്കെ, ഹൈ മാർക്കുള്ളവർ പാസ്സായില്ല എന്നല്ല, ഹൈ മാർക്കുള്ളവരും പാസ്സാകാറുണ്ട്. എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരും അല്ലെങ്കിൽ അക്കാഡമിക്കലി ഇതുവരെ ഉള്ളതിൽ ഏത് രീതിയിൽ പെർഫോം ചെയ്തവരും പാസ്സാകാറുണ്ട്. അതുപോലെ നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, എല്ലാ എക്കണോമിക് സ്റ്റാറ്റസ് എന്നുള്ളവർ പാസ്സാകാറുണ്ട്. എല്ലാത്തരം ഐഡന്റിറ്റീസ്, ഓക്കെ, എല്ലാത്തരം നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ റിലീജിയസ് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റീസ്, എല്ലാത്തരം ഐഡന്റിറ്റീസ് ഉള്ളവരും പാസ്സാവുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഇതുവരെയുള്ള നിങ്ങളുടെ പെർഫോമൻസ്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് കുറച്ച് മോശമാണ്, ഓക്കെ, ഞാൻ എഴുതുന്നത് സ്ലോ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ
വിചാരിച്ച് നിങ്ങൾ പുറകോട്ട് നിങ്ങളെ വലിക്കരുത്. അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക, ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. സോ യു ഷുഡ് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷേ ഏതൊരാൾക്കും UPSCക്ക് വേണ്ട ലെവലിലേക്ക് ഉയർന്ന് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ യു ഷുഡ് ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ, പൂർണ്ണമായ വിശ്വാസത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. എന്തെങ്കിലും നിങ്ങളുടെ ഇങ്ങനത്തെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. ആ പ്രശ്നങ്ങൾ ഒബ്വിയസ്ലി അതിൽ വർക്ക് ചെയ്യണം, സോൾവ് ചെയ്യണം. നൗ ഇനി ഐലേണിലേക്ക് വന്നാൽ, ഇപ്പം നമ്മൾ ഈ ഒരു ജേർണിയിൽ നമുക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യം, 146 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. അതിൽ നിങ്ങളുടെ ഓരോ ഏജ് ഗ്രൂപ്പിലും ഒരു സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അത്രയും ആൾക്കാരുണ്ട്. നിങ്ങൾ 24 വയസ്സുള്ളവരാണെങ്കിൽ 24 വയസ്സുള്ള 2-2.5 കോടി ഇന്ത്യൻസ് ഉണ്ട്. അത് ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ അത്രയാണ്. അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും പോപ്പുലേഷൻ അത്ര. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ 10-15 കോടി ജനങ്ങളുണ്ട്. അത് യൂത്ത് എന്ന് പറയുന്നത് 10-15 അല്ല, അതിലും കൂടുതൽ കാണും. അത്രയും യൂത്ത് ഉണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു കോമ്പറ്റീഷനാണ്. അല്ലാതെ എല്ലാവരും ഇതിലേക്ക് വരണമെന്നില്ല. സോ അങ്ങനെ ഉള്ളപ്പം അത്രയും കോമ്പറ്റീഷനുള്ള ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ അത്രയും കൃത്യമായ ഗൈഡൻസ്, കൃത്യമായ നോളജ്, കൃത്യമായ സ്കിൽ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് വേണം. അതിന് നിങ്ങളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായിക്കും. സോ ഐലേണിനെ പറ്റി പറയുകയാണെങ്കിൽ, ഐലേൺ ആരംഭിച്ചത് 2015-ലാണ്. 2015 ആരംഭിക്കുന്നു. അന്ന് ഒരു മെയിൻസ് ബാച്ചോടുകൂടിയാണ് ആരംഭിച്ചത്. അന്ന് 25 പേരായിരുന്നു ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നത്. പിന്നീട് നെക്സ്റ്റ് ഇയർ തന്നെ നമ്മളൊരു PCM കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ബാച്ചിൽ തന്നെ 100 പേര് വന്നു. പിന്നീട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു ഐലേണിനുണ്ടായിരുന്നത്. ആദ്യത്തെ ബാച്ചിൽ നിന്ന് മുതൽ എല്ലാ ബാച്ചുകളിൽ നിന്നും നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ ടോപ്പ് 100 വരുന്നവരുണ്ട്. ഒരുപാട് റാങ്ക്സ് ടോപ്പ് 100 ഉണ്ട്. ഫസ്റ്റ് അറ്റൻഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് റാങ്ക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഐലേൺ കൊണ്ടുവന്ന മാറ്റങ്ങൾ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹി ആയിരുന്നു ഒരു 2015-നൊക്കെ മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ ഡൽഹിക്ക് ഭയങ്കര ഡോമിനേഷൻ ഉണ്ടായിരുന്നു സിവിൽ സർവീസ് കോച്ചിങ്. പതിയെ റീജിയണൽ സെന്റേഴ്സിലേക്ക് കോച്ചിങ് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഐലേൺ ആരംഭിച്ചത്. അപ്പം ഐലേൺ കൊണ്ടുവന്ന കുറച്ച് പുതുമകളുണ്ട്, എസ്പെഷ്യലി ഈ ഒരു തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കോച്ചിങ് ഫീൽഡിലേക്ക്. ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ പ്രോബ്ലി ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ മെന്റർഷിപ്പ് എന്നൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. മെന്റർഷിപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ഈ ഒരു എക്സാമിനേഷനെ പറ്റി വളരെ കൃത്യമായ ഗൈഡൻസ് തരാൻ സാധിക്കുന്നത് ഓൾറെഡി പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഒക്കെ പോയ ഒരാൾക്കായിരിക്കും, അല്ലെങ്കിൽ സർവീസ് ക്ലിയർ ചെയ്ത ഒരാൾക്കായിരിക്കും. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് വല്ലപ്പോഴും നമ്മളിങ്ങനെ ക്ലിയർ ചെയ്തവരോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോയ ആൾക്കാരെയോ ഇൻഫോർമലി കാണുന്നു, അവരിൽ നിന്ന് ഗൈഡൻസ് എടുക്കുന്നു. അതായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ച കാലത്തൊരു രീതി. അപ്പം നമുക്ക് ഇവരുമായിട്ട് കറക്റ്റായിട്ട് ഒരു ആക്സസ് ഇല്ല. അപ്പം അതിനെ ഒന്ന് സ്ട്രക്ചേർഡ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊണ്ടുവന്നത്. അത് പ്രകാരം നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, മൾട്ടിപ്പിൾ ടൈംസ് മെയിൻസ് എഴുതിയിട്ടുള്ള, അതുപോലെ ഇന്റർവ്യൂ പോയിട്ടുള്ള, സർവീസിലുള്ള ആളുകളെ നമ്മൾ മെന്റേഴ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ അടിയിൽ ഒരു 15 സ്റ്റുഡൻസിന് വീതം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. സോ ദെയർ ബൈ യു വിൽ ഗെറ്റ് എ ക്ലിയർ കട്ട് ഗൈഡൻസ് റിഗാർഡിങ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായൊരു ഗൈഡൻസ് കിട്ടാനായിട്ട് സാധിക്കും. അപ്പം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സാധനം, ഞങ്ങളായിരുന്ന സമയത്ത് ഈ സാധനം ഉണ്ടായിരുന്നില്ല. അത് പുതിയ ഒരു ആസ്പിറൻസിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തൊരു സാധനമാണ് മെന്റർഷിപ്പ്. അതുപോലെ തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു PCM കോഴ്സ് ആരംഭിച്ചു. വളരെ കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന, എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന, പ്രിലിംസ് ടെസ്റ്റ് നടത്തുന്ന, മെയിൻസ് ടെസ്റ്റ് നടത്തുന്ന ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആരംഭിച്ചു. പിന്നീട് നമ്മൾ ടെസ്റ്റ് സീരീസുകൾ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ കൊണ്ടുവന്നു പ്രിലിംസിലും മെയിൻസിലും. സോ ഈ അങ്ങനെ തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡേർഡിന് ഒരു ഫൗണ്ടേഷൻ ഇടുന്നതിൽ ഐലേണിൻ്റെ റോള് വളരെ വലുതാണ്. നൗ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ ഉണ്ട്, കൃത്യമായ ഒരു പ്രോസസ്സും സിസ്റ്റംസും ഉണ്ട്. സോ വി ഹാവ് ഗോട്ട് കൃത്യമായൊരു PCM ഷെഡ്യൂളുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന മെന്റർഷിപ്പ് ഉണ്ട്, അതിൻ്റെ കൂടെ ക്ലാസ് ടെസ്റ്റുകളുണ്ട്, പ്രിലിംസ് മെയിൻസ് ടെസ്റ്റുകളുണ്ട്. പിന്നെ നിങ്ങൾ പ്രിലിംസിലേക്ക് എടുക്കുമ്പോൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഉണ്ട്, മെയിൻസ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. സോ ഇതെല്ലാം വളരെ സ്ട്രക്ചേർഡും വളരെ ഇന്റർ കണക്റ്റഡും ആയിട്ടാണ്. ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടല്ല, എല്ലാം വളരെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരു സ്റ്റുഡൻറ്റിന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഭയങ്കരമായ ഒരു സ്ട്രെസ് ഇല്ലാണ്ട്, ഭയങ്കരമായിട്ട് അവരെ തന്നെ ഓവർ സ്ട്രെസ് ചെയ്യാണ്ട് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. സോ യു നീഡ് ടു ട്രസ്റ്റ് ദാറ്റ് സിസ്റ്റം, യു നീഡ് ടു ട്രസ്റ്റ് ദ പ്രോസസ്.
Okay, അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ആക്ച്വലി ദേവിക പ്രിയദർശിനി. ഷി ഹാസ് ആക്ച്വലി ഫോളോഡ് എവറി എലമെന്റ് ഓഫ് ദി സിസ്റ്റംസ് ആൻഡ് ദ പ്രോസസ്സസ് വിച്ച് അറിയാം. ഓക്കെ, അപ്പോൾ അതിലുള്ള ഓരോ സിസ്റ്റവും കൃത്യമായി ഫോളോ ചെയ്ത ഒരാളാണ്. അത് ഷി വിൽ ബി ടോക്കിംഗ് മോർ അബൌട്ട് ദാറ്റ് ഡ്യൂറിങ് ഹെർ സെഷൻ. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക, ഐലേൺ എന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ ക്ലിയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയിലും വിശ്വസിക്കും. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. നൗ ഐ ഇൻവൈറ്റ് ദേവിക. She will be initially talking to you about the general ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം we will go for a interactive session. You can ask her questions. Okay. കേക്കാലോ എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാ ഐശ്വര്യത്തോടെയും നിങ്ങൾക്ക് നിങ്ങളുടെ UPSC ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ ഞാൻ ആശംസിക്കുന്നു. കേക്കാവോ? മതിയോ? കേക്കാം. ശിവ ഒന്ന് കൈപൊക്കോ. ഓക്കെ, ശിവ ഇല്ല. ഓക്കെ. അപ്പം എല്ലാ ബ്ലെസ്സിങ്സോടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾ ഓഗസ്റ്റ് ബാച്ചാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് സമയപരിമിതി ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു ദിവസം ഇനി അങ്ങോട്ട്, ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ഇനി അങ്ങോട്ട് ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാനില്ല. ഒരു ദിവസം പോലും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഈ പ്രാവശ്യത്തെ പ്രിലിംസ് തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. ആര് എന്ത് പറഞ്ഞാലും സാരമില്ല, കുറച്ച് പതുക്കെ പഠിക്കുക അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഈ പ്രാവശ്യത്തെ പ്രിലിംസും മെയിൻസും ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഒരു ഇടത്തിലും കോംപ്ലസൻസി കൊടുക്കാതെ നല്ല രീതിക്ക് നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിച്ചോണം. അതിന് പ്രിപ്പയർഡ് ആയിക്കോ. മേ ബി ഈ ഒരു വീക്കും കൂടെ പ്രിപ്പയർ ആയിട്ട് മൺഡേ തൊട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് എല്ലാ ബാക്കി കമ്മിറ്റ്മെന്റ്സും മാറ്റി വെച്ചിട്ട് ഇറങ്ങണം. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല കോച്ചിങ്ങിന് വരിക എന്നുള്ളത്. കുറച്ച് വളരെ ലക്കി ആയിട്ടുള്ള കുറച്ച് പേർക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കോച്ചിങ്. ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലും ഉള്ള ഭാഗ്യം കൊണ്ടാണ് നമുക്ക് കോച്ചിങ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ലിസ്റ്റിൽ വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതിൽ ഒരു 50% ഓഫ് കുട്ടികൾ 50% ആൾക്കാർ ചോദിക്കും എവിടെയാ കോച്ചിങ് എടുത്തത്, എവിടെയാ നല്ല കോച്ചിങ്, എവിടെയാ പോകേണ്ടതെന്ന്. പക്ഷേ അതിൽ കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് എനിക്ക് വീട്ടിൽ അതിനുള്ള സ്ഥിതിയില്ല, സാമ്പത്തികം ഇല്ല, എന്നെ ചേച്ചിക്ക് ഗൈഡ് ചെയ്യാവോ, എന്താ ഞാൻ ചെയ്യേണ്ടത്, ഫ്രീ റിസോഴ്സസ് എവിടെയാണുള്ളത്, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ, നിങ്ങൾ ആ ഒരു പ്രിവിലേജ് കാറ്റഗറി പെട്ടവരാണ്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ കാല് നിലത്തുറപ്പിച്ചിരുന്ന് ധൈര്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ജയസാറ് പറഞ്ഞ പോലെ തന്നെ നല്ല വിശ്വാസത്തോടെ നല്ല ഫെയ്ത്തോടെ ഐലേണിൽ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രിപ്പറേഷൻ മുമ്പോട്ട് പോകണം. അതേപോലെ ജിഷ്ണു സാറ് പറഞ്ഞ പോലെ ഡിസിപ്ലിൻ വളരെ കീ ആണ്. നിങ്ങൾ വലിയ ബോൾഡ് ആയിട്ട് ഡിസിപ്ലിൻ പ്രിന്റ് എടുത്ത് നിങ്ങളെ സ്റ്റഡി ടേബിളിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ചാലും തെറ്റില്ല. ജിഷ്ണു സാർ പറഞ്ഞതിൻ്റെ കൂടെ എനിക്ക് 2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഡിസിപ്ലിൻ എന്തിനാണ്? കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒരു ദിവസം 24 മണിക്കൂർ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു ദിവസം 18 മണിക്കൂർ പഠിക്കുന്നതിലല്ല കാര്യം. എല്ലാ ദിവസവും ബാക്ക് ടു ബാക്ക് അതേ സ്റ്റഡി ടേബിളിൽ അതേ എന്താ പറയുക, നമുക്ക് മടുപ്പ് വന്നാലും അതേ സ്റ്റഡി ടേബിളിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 8 to 10 hours നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ തയ്യാറാവണം നിങ്ങൾ. അല്ലാതെ ഒരു ദിവസം ഒരുപാട് പഠിക്കുന്നതിലല്ല കാര്യം. അങ്ങനെ പഠിച്ചാൽ വളരെ പോസിബിലിറ്റി കുറവാണ് നമുക്ക് സക്സസ്ഫുള്ളി നമ്മൾ എക്സോസ്റ്റഡ് ആവാതെ ഈ എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റാൻ. ഏറ്റവും ഈ UPSC സിവിൽ സർവീസ് ജേർണിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം, ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇതിലെ സിലബസ് ഭയങ്കര വാസ്റ്റാണ്, കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഒരു മാർക്കിന് നമ്മുടെ റാങ്ക് അവിടെ ഇവിടെയൊക്കെ പോകും, നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ആവാൻ നമ്മൾ വെളിയിലാവും. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള കാര്യം ഐലേണിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യം അന്നന്ന് പഠിച്ചിട്ട് അതിൻ്റെ നോട്ട് അന്നന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ PYQ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് പിന്നീടുള്ള ജേർണി, പ്രത്യേകിച്ച് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് തുടങ്ങിയപ്പോഴും മെയിൻസ് ടെസ്റ്റ് സീരീസ് തുടങ്ങിയപ്പോഴും ഒക്കെ ഐലേണിലെ PCM കോഴ്സിൻ്റെ ബേസിസിൽ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് കണ്ടന്റ് ലോഡഡ് ആയിട്ടൊരു നോട്ട് ഉണ്ടായി. ഇതുകൊണ്ടാണ് എൻ്റെ ബാക്കി അങ്ങോട്ടുള്ള സ്റ്റേജസ് ഒക്കെ എനിക്ക് ഈസി ആയത്.
ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിൽ വെച്ചോ, ഏറ്റവും എളുപ്പമുള്ള കാര്യം അന്നന്ന് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ദിവസം പെൻഡിങ് വെച്ചാൽ നിങ്ങൾക്ക് അത് ലോഡാവും. അടുത്ത ദിവസം നിങ്ങൾ അന്ന് പഠിപ്പിക്കുന്നതും പഠിക്കണം, തലേന്ന് പഠിപ്പിക്കുന്നതും പഠിക്കണം. നമുക്കൊരു ഹോസ്പിറ്റൽ കേസായി, എന്തെങ്കിലും ഫാമിലി എമർജൻസി ആയി, അതൊക്കെ ശരി, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. അതല്ലാതെ നിങ്ങളായിട്ട് മടി പിടിച്ചിരിക്കരുത്. പിന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നും പഠിക്കാൻ പറ്റും ഒരു മനുഷ്യന്, ഞാൻ തളർന്നു പോകത്തില്ലേ എന്ന് വിചാരിക്കും. അപ്പൊ എന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. എന്നും ഉദ്ദേശിക്കുന്നത് വീക്ക്ലി ഒരു 5 മണിക്കൂർ ഒഴിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെ ഇരിക്കണം. ആ 5 മണിക്കൂർ ഞാൻ PCM ചേർന്നപ്പോൾ ടീച്ചർ സാർ ആദ്യത്തെ ക്ലാസ്സിൽ വന്ന് ഹൗ ടു സ്റ്റഡി എന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞാണ് 5 മണിക്കൂർ വീക്ക്ലി നിങ്ങൾ ഓഫ് എടുക്കണം. അത് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വെയർ ഡൗൺ ആയിപ്പോവും, നിങ്ങൾ ക്ഷീണിച്ചു പോകും, എക്സോസ്റ്റഡ് ആയിപ്പോവും. അതുകൊണ്ട് ഐലൻഡ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നേരം ബ്രേക്ക് എടുക്കുക. ആ ഒരു റുട്ടീൻ നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഇത് ഓവറോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. ഇനി ഒരു സ്കെഡ്യൂൾ പോലെ പറയാം. നിങ്ങൾ PCM കോഴ്സിന് ജോയിൻ ചെയ്ത് ഇപ്പോൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ ക്ലാസ്. നിങ്ങൾക്ക് അപ്പോൾ രാവിലെയാണ് ക്ലാസ്. എനിക്ക് രാവിലെ ആയിരുന്നു ക്ലാസ്. എൻ്റെ ഒരു സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ്സിൻ്റെ ബ്രേക്കിൻ്റെ സമയത്തും ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത്, ലഞ്ച് കഴിക്കുന്ന സമയത്തും ഒക്കെ ആയിട്ട് ന്യൂസ് പേപ്പർ വായിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 1 hour എടുത്ത് എഡിറ്റോറിയൽസ് ഒക്കെ കുറച്ച് കീനായിട്ട് നമ്മൾ ഓടിച്ച് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് എഡിറ്റോറിയലൊക്കെ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ കീനായിട്ട് ഒരു 2 മണിയോടെ 2-3 മണിയോടെ വായിച്ചു തീർക്കും. അത് കഴിഞ്ഞിട്ടുള്ള സമയം ക്ലാസ്സിലെടുത്ത ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഒരു നോട്ട് എഴുതും, ക്ലാസ്സിൽ നിന്ന് ഒരു ഹാൻഡ് ഔട്ടും കിട്ടും, മിക്കവാറും കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നോട്ട്സ് കിട്ടും. അപ്പോൾ ആ നോട്ടും ഈ ക്ലാസ് നോട്ടും പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്ക് ഇല്ലാത്ത സബ്ജക്ട്സ് ആണെങ്കിൽ ഇന്റർനെറ്റിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ട് ഒരു നോട്ട് സെറ്റ് ചെയ്യുക. ഇത് ഞാൻ ഈസി എന്ന് പറഞ്ഞെങ്കിലും നല്ല പാടുള്ള കാര്യമാണ്. അപ്പം ബാക്കി UPSC എക്സാമിൻ്റെ കാര്യങ്ങൾ അത്രയ്ക്കും പാടാന്ന് ഓർത്തോണം. അതിലും പാട് കുറവാണ് ഡെയിലി ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത് മനസ്സിൽ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ ഈ ചേച്ചി ഇങ്ങനെ വന്ന് പറഞ്ഞല്ലോ, ഈ ചേച്ചി പറഞ്ഞത് ഇത് എളുപ്പമല്ലല്ലോ, ഇത് തീരുന്നില്ലല്ലോ. ഞാൻ മെന്റർഷിപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികൾ പറയുമായിരുന്നു, നോട്ട് എഴുതി കുറേ സമയം എടുക്കും. അത് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു നാക്ക് കിട്ടും. നിങ്ങൾ നോട്ട് എഴുതിയേ പറ്റൂ. ടീച്ചർ സാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ തലയിലോട്ടൊന്ന് കയറണം നോട്ട് വേണം എന്നുള്ളത്. കാരണം സിലബസ് അത്രയ്ക്ക് വലുതാണ്. നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു സെൻസ് ഓഫ് ക്ലോഷർ, ഒരു കൺട്രോൾ നമുക്ക് കാണും. ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. സാറ് പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സ് ആ ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത്, തീം ഐഡന്റിഫൈ ചെയ്ത്, ഇപ്പം പാർലമെന്റ് എന്നൊരു തീമാണെങ്കിൽ ആ തീം ഐഡന്റിഫൈ ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് നോട്ട് എഴുതി വെക്കണം. അല്ലാതെ ഇപ്പൊ ഒരു വീക്കിലെ നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ട് കിട്ടുക, അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചു, ഞാൻ ചുമ്മാ കളക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ചോണ്ടിരുന്നാൽ നിങ്ങളുടെ നിങ്ങൾ പ്രിലിംസ് എത്തുമ്പോഴത്തേക്കും എത്ര വലിയ നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് ഹ്യൂമൻലി കുറച്ച് ഡിഫിക്കൽട്ടാണ്. പറ്റുന്നവരുണ്ടാവും, എന്നാലും ഹ്യൂമൻലി പാടുള്ളൊരു കാര്യമാണ്. നോട്ട് നിങ്ങൾ എഴുതണം എന്ന് ഞാൻ പറയില്ല. നിങ്ങളൊരു മെറ്റീരിയൽ ഇട്ട് ഇത് ഹൈലൈറ്റ് ചെയ്താലും മതി. ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്, അത് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്ട്രെങ്ത് ആണ്. അപ്പം അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യാം. അപ്പം അതാണ് ഈ ഡെയിലി ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട് എഴുതുക എന്നുള്ള പ്രക്രിയ. ഈ നോട്ട് എഴുതുന്ന പ്രക്രിയക്ക് സാറ് പറഞ്ഞ പോലെ ഈ കൺട്രോൾ വേണം. ഒരിടത്ത് നമ്മൾ നിർത്തണ്ടേ, ആ നിർത്തുന്ന സ്ഥലമാണ് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങൾ മെയിൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്രിലിംസിൻ്റെ ഇത് കുറച്ചും കൂടെ വാസ്റ്റ് ആണ്, കുറച്ചും കൂടെ ഓപ്പൺ എൻഡഡ് ആണ് പ്രിലിംസിന്റെ. അത് നമ്മൾ നോട്ട് എഴുതാൻ പോയാൽ തുടക്കക്കാരെന്ന നിലയിൽ നമുക്ക് കുറേ ടൈം വേസ്റ്റ് ചെയ്യും. നിങ്ങൾ ഒരു ടോപ്പിക് ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിലെ 1857 റിവോൾട്ട് ആണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് ആ ഹാൻഡ് ഔട്ടും സ്പെക്ട്രോ അല്ലെങ്കിൽ NCERT ബുക്കും എടുത്തിട്ട് PYQ കൂടെ ഒന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു 1857 ഒരു 10-12 ക്വസ്റ്റ്യനെ മാക്സിമം വന്നിട്ടുണ്ടാവുള്ളൂ കുറേ വർഷങ്ങളായിട്ടുള്ള PYQ കമ്പൈലേഷൻ എടുത്താൽ. ഏതൊക്കെ ഏരിയ എന്നാ ചോദിച്ചേക്കുന്നത് നോക്കുക. ആ ഏരിയയുടെ ഉത്തരം എഴുതാനുള്ള നോട്ട് എൻ്റെ കയ്യിലുണ്ടോ, ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ക്ലാസ് ടെസ്റ്റ്, മെയിൻസ് ക്ലാസ് ടെസ്റ്റ് വരും ആ ഹിസ്റ്ററിയുടെ ആ പോർഷൻ കഴിഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് പുതിയ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പം നിങ്ങൾക്ക് ആ ഏരിയാസിലെ നോട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ UPSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതിൻ്റെ ഉത്തരം എഴുതാനുള്ള കാര്യം എൻ്റെ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങോട്ടുള്ള അഡിഷൻ ഇവിടുത്തെ ടെസ്റ്റ് നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അപ്പോൾ ഈ PYQ നോക്കി പലരും ഈ UPSC പറ്റി പല ലെവലിൽ അറിഞ്ഞ് ഇരിക്കുന്നവരായിരിക്കും. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം
മനസ്സിലാവും. എത്രത്തോളം നിങ്ങൾക്ക് ഇന്റേണലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ എൻ്റെ ഈ ഒരു ബ്രീഫ് ജേർണി പറഞ്ഞിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്കായിട്ടുള്ള ഡൗട്ട് അപ്പം നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പം ഞാൻ ഓവറോൾ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഡെയിലി ചെയ്യേണ്ട ഒരു എക്സസൈസ്. അത് കഴിഞ്ഞിട്ട് ഓപ്ഷണൽ. ഞാൻ ചെയ്തിരുന്നത് എൻ്റെ GS പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് ഓപ്ഷണൽ. ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും ഓപ്ഷണൽ എടുക്കുക. നിങ്ങൾക്ക് ഓപ്ഷണൽ ക്ലാസ് തുടങ്ങും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോട്ട് മാക്സിമം നോട്ട് എഴുതുക എന്നല്ല, നോട്ട് കിട്ടും. ആ നോട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് പോവാം. നിങ്ങൾക്ക് ഒരു സമയക്കുറവുള്ളതുകൊണ്ട്, ഇപ്പോൾ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ആ നോട്ട് കിട്ടിയിട്ട് ആ നോട്ട് ഹൈലൈറ്റ് ചെയ്ത് പോകണം. ഒരു ദിവസം പോലും കളയാനില്ല എന്ന് ഞാൻ പിന്നെയും പറയുകയാണ്. അപ്പോൾ അതെല്ലാം ഉണ്ട്. പിന്നെ വീക്കിലി നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ഉണ്ട്. ഐലേണിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു മെൻറ്റർ ഉണ്ടാവും. ആ മെൻറ്റർ നിങ്ങൾക്കൊരു ഒരു ഗൈഡൻസ് തരും. മെൻറ്റർ പറയുന്ന രീതിയിൽ ആൻസർ എഴുതാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ആൻസർ എഴുതുക. മെൻറ്റർ എന്ന് പറഞ്ഞ ആളെ നിങ്ങളുടെ ആൻസർ എഴുതി അയച്ച് ഫീഡ്ബാക്ക് എടുക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം. നിങ്ങൾ ബുദ്ധിമുട്ടിച്ചോണ്ടേ ഇരിക്കുക, നിങ്ങൾ ആൻസർ അയച്ചുകൊണ്ടേ ഇരിക്കുക. മെൻറ്റർ നോക്കി തന്നാലും ഇല്ലെങ്കിലും അയച്ചുകൊണ്ടിരിക്കുക, എന്തായാലും അവർ നോക്കി തരും. മെൻറ്റർഷിപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ആദ്യം കുറച്ച് നാൾ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. നിങ്ങൾ തനിയെ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. നിങ്ങളൊരു 45 മിനിറ്റ്സ് ഒക്കെ വരുള്ളൂ. ആ 45 മിനിറ്റ്സ് നിങ്ങൾ മെൻറ്റർഷിപ്പ് അറ്റൻഡ് ചെയ്യുക. അവർ പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്ലിയർ പാത്ത്, കുറച്ചുകൂടി ഈസി പാത്ത് ആയിരിക്കും അവർ തരുന്നത്. അപ്പം നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പിയർ ആയിട്ടിരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു ഡെർത്ത് ഓഫ് ടൈം ഉള്ളതുകൊണ്ട് അതും ഒരു നല്ല ഓപ്ഷനാണ്. നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഗ്രൂപ്പായിട്ട് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഇപ്പം നോട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരാൾ ഒരു ഏരിയ, അപ്പം പൊല്യൂഷൻ ഒരു ടോപ്പിക് ആണെങ്കിൽ ഒരാൾ എയർ പൊല്യൂഷൻ, ഒരാൾ സോയിൽ പൊല്യൂഷൻ, ഒരാൾ നോയിസ് പൊല്യൂഷൻ, അങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ പൂൾ ചെയ്ത് അതും നല്ലൊരു ഐഡിയ ആണ്, സമയക്കുറവുള്ളതുകൊണ്ട്. അപ്പം ഇവിടെ ഇപ്പം എന്തായാലും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. അന്നന്ന് തന്നെ പഠിക്കുക, അത് റിവൈസ് ചെയ്തിട്ട് ക്ലാസ് ടെസ്റ്റ് വരുമ്പോൾ അത് എടുക്കുക. പിന്നെ ഈ സെറ്റ് ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് മെയിൻസ് ക്ലാസ് ടെസ്റ്റ് വരുമ്പോൾ അതും കൂടെ എടുക്കുക. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയും ചെയ്യുക. പിന്നെ പോകെ നിങ്ങൾക്ക് തന്നെ കുറച്ചും കൂടെ ഐഡിയ കിട്ടും. വീക്ക്ലി ഇവിടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ട്, അത് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്യാൻ മിസ് ചെയ്യാതിരിക്കുക. UPSC നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സിനെക്കാളും GS2 ഒരുപാട് കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പം കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ആ നോട്ട് നിങ്ങൾ ചുമ്മാ ക്ലാസ് കേട്ട് കളയാതെ നിങ്ങൾ ആ നോട്ട് ഒന്ന് കളക്ട് ചെയ്ത് ഡിജിറ്റലി ആക്കുന്നതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ എഴുതി വെക്കുക എന്നല്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പാർലമെന്റ് എന്നൊരു ടോപ്പിക് ആണെങ്കിൽ പാർലമെന്റിന് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൽ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക ഷിന സാർ പഠിപ്പിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത് ഓക്കെ, അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സിൽ പാർലമെന്റിന്റെ ഒരു ഏരിയ വരുമ്പോൾ അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ആ നോട്ടിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് നിങ്ങളൊരു നോട്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് മെയിൻസിന്റെ സമയത്ത് നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ ഇത് രണ്ടും കൂടെ ഒന്ന് ഒന്നിച്ച് നോക്കിയാൽ മതി. ഈ 2 സോഴ്സ്, ഒന്ന് നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ഹൈലൈറ്റ്, പിന്നെ ഒരു ഡിജിറ്റൽ ഡൈനാമിക് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എഴുതാനുള്ള ഏരിയ. ഇത് രണ്ടും അല്ലാതെ മൂന്നാമത് ഒരെണ്ണം വെക്കാതിരിക്കുക. ഈ 2ൽ ഒതുക്കുക നിങ്ങളുടെ നോട്ട്. ഇത്രയാണ്. ഇപ്പം കാന ക്ലാസ് അറ്റൻഡ് ചെയ്യുക, കാനയുടെ പ്രിലിംസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അത് കാനയുടെ പ്രിലിംസ് മന്ത് ബിഗിനിങ്ങിലാണ്, ഫസ്റ്റ് വീക്കിൽ ഫസ്റ്റ് സാറ്റർഡേ ആണ് തോന്നുന്നത്. ഫസ്റ്റ് സാറ്റർഡേ അല്ലേ കാന പ്രിലിംസ്? ഫസ്റ്റ് സാറ്റർഡേ ആണ്. അത് നിങ്ങൾ ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യുക. അതിന് മുമ്പ് മന്ത്ലി മാഗസീൻ കിട്ടും, അതുകൊണ്ട്, അല്ലെങ്കിൽ അത് ഡിജിറ്റൽ ആയിട്ടാണെങ്കിൽ അതുകൊണ്ട് ക്ലാസ്സിൽ പോയിട്ട് അവിടെ ഇരുന്ന് തന്നെ പഠിക്കുക. എന്നിട്ട് മൺഡേ അവിടെ ഒന്നും കൂടെ വീട്ടിൽ പോയിട്ട് അതൊന്നും കൂടെ പഠിച്ചിട്ട് മൺഡേ അതിൻ്റെ ടെസ്റ്റ് എടുക്കുക. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രോസസ്സ് അപ്പോൾ കംപ്ലീറ്റ് ആയി കിട്ടും. ഇങ്ങനെ പെൻഡിങ് വരത്തില്ല. അപ്പം നിങ്ങൾ മാക്സിമം പറ്റുന്ന പോലെ അസുഖമൊന്നും വരാത്തിടത്തോളം കാലം എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് ഇത് തന്നെ ടാർഗറ്റ് ചെയ്യുക. സമയം കുറവാണെന്ന് ഞാൻ പറയുന്നെങ്കിലും ഈ ഓഗസ്റ്റ് ബാച്ചിലൊക്കെ പഠിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ആയവരുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുക. ഓക്കെ, ശിവയാണോ? ഓക്കെ, ഞാൻ ആദ്യം ചോദിച്ചായിരുന്നു കേട്ടോ, കണ്ടില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഐലാൻഡ് കാന മാഗസീനും കാന ക്ലാസ്സും പിന്നെ നമുക്കിവിടെ കിട്ടുന്ന ഹാൻഡ് ഔട്ട്സും ഇതൊക്കെ നല്ല കണ്ടന്റ് റിച്ച് ആണ്. അപ്പം നിങ്ങൾ വേറെ ഒരുപാട് ഇന്റർനെറ്റ് പരതി സമയം കളയേണ്ട കാര്യമില്ല. ഇവിടെ തരുന്ന നോട്ട്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ബുക്സ് നോക്കേണ്ട വിഷയങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബുക്സും കൂടെ നോക്കണം. അപ്പം അത്രയും കണ്ടന്റ് റിച്ച് ആണ്. അപ്പം അതൊരു വലിയ റിലീഫാണ്. നമ്മളായിട്ട് കണ്ടന്റ് തപ്പി കഷ്ടപ്പെടേണ്ട, അത് ഓക്കെ ആണ്.
പിന്നെ വേറൊരു കാര്യം, ഐലാൻഡിന്റെ സൈഡിൽ നിന്ന് എന്ത് സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾ ത്രൂ ഔട്ട് ഈ ജേർണി ഐലാൻഡ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്രയാണ്. അപ്പം ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഒരു കാര്യം കൂടെ ഉണ്ട്, സെൽഫ് അഷ്വറൻസ്. സെൽഫ് അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ വലിയ കോളേജിലൊക്കെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽ ഡിഗ്രിയോ അല്ലെങ്കിൽ വലിയ ജോലിയൊക്കെ ഉള്ളവരായിരുന്നിരിക്കും. അങ്ങനെയുള്ളത് നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവരുത്. എന്നാൽ നമ്മൾ സാധാ എന്താ വലിയ മാർക്കൊന്നും ഇല്ലാതെയാണ് നമ്മൾ പഠിച്ചത്, നമുക്ക് സപ്ലി ഉണ്ട് ചിലപ്പോൾ കോളേജിൽ, ഇങ്ങനെയുള്ളവർ അണ്ടർ കോൺഫിഡൻ്റ് ആവണ്ടേ. ഇതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് ആയിട്ട് സെൽഫ് അഷ്വേർഡ് ആയിരിക്കുക നിങ്ങൾ. പ്രിലിംസിലും മെയിൻസിലും ഇൻ്റർവ്യൂ സ്റ്റേജിലും സെൽഫ് അഷ്വേർഡ് ആയിരിക്കുക. ഓവർ കോൺഫിഡൻ്റ് ആവണ്ട, അണ്ടർ കോൺഫിഡൻ്റ് ആവണ്ട, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, സെൽഫ് അഷ്വറൻസ്, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇവിടുത്തെ പ്രോസസ്സിനെ അങ്ങ് ട്രസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു റാഷണൽ മൈൻഡും കൂടെ ഉപയോഗിക്കുക. നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അനുസരിച്ച് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുക ഇവിടുത്തെ പ്രോസസ്സിനെ, എന്നിട്ട് നിങ്ങളങ്ങ് ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആ ഉം ഉം ഉം. ഉം. ഇപ്പൊ എന്തായാലും നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി. ഒരു ന്യൂസ് ഒന്നല്ലേ ഉള്ളൂ നമ്മുടെ ലോകത്ത് നടക്കണം. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ മതി. അതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തായാലും ഇന്റർവ്യൂ സ്റ്റേജ് എത്തുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് സ്വിച്ച് ചെയ്യാൻ എല്ലാവരും പറയും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചു തുടങ്ങാം. ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ നന്നായിട്ട് UPSCക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കത് വായിക്കാം. ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസ് ട്രിവാൻഡ്രം എഡിഷൻ ഇല്ല, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സേ ഉള്ളൂ. അതല്ല നിങ്ങൾ വായിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഡിജിറ്റലി ന്യൂസ് പേപ്പർ വായിക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ഡൽഹി എഡിഷനോ ചെന്നൈ എഡിഷനോ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഇന്ത്യൻ എക്സ്പ്രസ്, രാമനാഥ് ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ്, അതാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഞാൻ ആദ്യം ഹിന്ദുവിൻ്റെ ഒരാളായിരുന്നു, പക്ഷെ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചപ്പോൾ UPSCക്ക് ഭയങ്കര നല്ലതാണ്. നല്ല എക്സാമ്പിൾസും നല്ല കണ്ടന്റും, എന്നുവെച്ചാൽ ഏത് പേജ് എടുത്താലും ഏത് എത്തിക്സിലോ എസ്സേയിലോ ഒക്കെ എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വായിച്ചു. പൊതുവെ എല്ലാവരും പറയാറുണ്ട് ഹിന്ദുവിൻ്റെ ലാംഗ്വേജ് കുറച്ച് കട്ടിയാണെന്ന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കാം. ഇതാണ് 2 ഓപ്ഷൻ. ഡിജിറ്റലി വായിക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അല്ല നിങ്ങൾക്ക് കയ്യിൽ പത്രം വന്ന് വായിക്കണമെങ്കിൽ നിങ്ങൾ ഹിന്ദു വായിച്ചു, ഒരു കുഴപ്പമില്ല. ഹിന്ദു എഫേർട്ട് ഇടുന്നുണ്ട്. സൺഡേയിലത്തെ പേപ്പർ നല്ല കണ്ടന്റ് ലോഡാണ്, കുറേ കാര്യങ്ങൾ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് കിട്ടും. അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് മതി. ഇന്റർവ്യൂ സ്റ്റേജ് ആകുമ്പോൾ എല്ലാവരും പറയും 2ഉം 3ഉം ഒക്കെ വായിക്കാൻ. റീജിയണൽ ന്യൂസ് പേപ്പർ, റീജിയണൽ ന്യൂസ് ഒക്കെ അറിയണം. അപ്പോഴത്തേക്ക് നമുക്ക് 2എണ്ണത്തിലേക്കോ 3എണ്ണം ഒക്കെ നോക്കാം. ഇപ്പം എന്തായാലും ഒന്ന് മതി. കാര്യം അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ എഡിറ്റോറിയലിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും നിങ്ങളുടെ ആൻസറിനെ ഡിഫറെൻ്റ് ആക്കാൻ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മെയിൻസിന് മാക്സിമം മാർക്ക് വാങ്ങുക, നമ്മൾ സേഫ് ആവുക എന്നുള്ളതാണ്. പ്രിലിംസ് ക്ലിയർ ആവണം. പ്രിലിംസിന് കട്ട് ഓഫ് ക്ലിയർ ചെയ്തത്, പക്ഷെ മെയിൻസിന് അങ്ങനെയല്ല. മെയിൻസിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുക, എത്ര കൂടുതൽ മാർക്ക് വാങ്ങണോ അത്രയും സേഫാണ് നമ്മൾ. നമുക്ക് ആഗ്രഹമുള്ള സർവീസും ആഗ്രഹമുള്ള കേഡറും എല്ലാം നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പം ഇൻ്റർവ്യൂവിന് അന്നത്തെ കഷ്ടകാലത്തിന് മാർക്കം കുറഞ്ഞു അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡ് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മെയിൻസ് മാർക്കാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള കാര്യമാണ് എന്താ ഇൻ്റർവ്യൂ പ്രൂഫിംഗ് മെയിൻ സ്കോർ. അപ്പം ഇനി ശ്വസിക്കുമ്പോഴും പത്രം വായിക്കുമ്പോഴും ഇതെനിക്ക് മെയിൻസ് പേപ്പറിൽ എഴുതാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്താൽ ഇത് ഞാൻ എവിടെ എഴുതും? ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് ഭയങ്കര ഫാർഫെച്ച്ഡ് ആയിട്ട് തോന്നും. കാരണം സിലബസ് ഒന്നും നിങ്ങൾക്ക് മേ ബി അത്ര പരിചയം ഉണ്ടാവില്ല. സിലബസും PYQ ഒക്കെ ഒന്ന് പരിചയമായി കഴിഞ്ഞാൽ പത്രം വായിക്കുമ്പോൾ ഇതെനിക്ക് അവിടെ എഴുതാം, ഈ എക്സാമ്പിൾ എനിക്ക് അവിടെ എഴുതാം എന്നൊരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം അങ്ങനെ വേണം നിങ്ങൾ ന്യൂസ് വായിക്കുക. ഇത് ആരാ പറഞ്ഞ ഉമാ ഹാരതി മാമിൻ്റെ ഒരു ടോക്കിലാണ് ഞാൻ കേട്ടത്. നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് മാഗസിനൊക്കെ കളക്ട് ചെയ്യുന്നതിൽ നല്ലതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ വളരെ കീനായിട്ട് എനിക്കിത് മെയിൻസ് പേപ്പറിൽ എഴുതാൻ പറ്റുമോ എന്ന് മാത്രം നോക്കി ആ ഒരു പരതലായിരിക്കണം നിങ്ങൾ എഡിറ്റോറിയലൊക്കെ വായിക്കും. എന്നിട്ട് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അത് നിങ്ങൾ റിവൈസ് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് എഴുതാൻ പറ്റൂ. അപ്പം ആ ഒരു എഡിറ്റോറിയൽ ഫോക്കസ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യൽ ആർട്ടിക്കിൾസ് UPSC എഡിഷൻ സ്പെഷ്യൽ ആർട്ടിക്കിൾസ് ഫോക്കസ്ഡ് ആയിരിക്കണം നിങ്ങൾ ന്യൂസ് വായിക്കേണ്ടത്. അല്ലാണ്ട് ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജിൽ ന്യൂസിലൊന്നും ഒരുപാട് സമയം ഇടണ്ട. അതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്.
ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി. ഇതിലേതെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. ആ ഓക്കെ. നിങ്ങളിപ്പോൾ ക്ലാസ് ടെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ക്ലാസ് ടെസ്റ്റ് 25 ക്വസ്റ്റ്യൻസിൻ്റെ ആയിരിക്കും. ഇപ്പം ഞാൻ ചെയ്തിരുന്നത് നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടുമല്ലോ. അപ്പം ഞാൻ ഓൺലൈനാണ് ടെസ്റ്റ് എടുത്തത്. അപ്പം ഇപ്പം 15 കറക്റ്റ്, 5 തെറ്റ്, 5 അൺഅറ്റംപ്റ്റഡ്, അങ്ങനെ അല്ല അങ്ങനെയല്ല, അങ്ങനെ തന്നെ 15 കറക്റ്റ്, 5 തെറ്റ്, 5 അൺഅറ്റംപ്റ്റഡ്. ഇങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയത് ഓക്കെ, കറക്റ്റ് ആയി. എന്നാലും ഒന്ന് ജസ്റ്റ് നോക്കും, ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണോ കറക്റ്റ് ആയത്, അല്ലാണ്ട് തെറ്റ് മാർക്ക് ചെയ്ത് കറക്റ്റ് ആയതാണോ, അങ്ങനെയൊക്കെ ഞാൻ നോക്കും. അത് കഴിഞ്ഞ് ഈ തെറ്റിയ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ 5 എണ്ണം, അതെടുത്തിട്ട് എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് നോക്കും. അതാണ് യൂഷ്വലി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ചെയ്തതും. അത് ക്ലാസ് ടെസ്റ്റിൽ ഒരു ഹാഫ് ആൻ അവർ ആ കീ നോക്കുന്ന സമയം കൂടെ ഹാഫ് ആൻ അവറിൽ ഒരു 5 മിനിറ്റും കൂടെ എടുക്കുള്ളൂ ഇത് ചെയ്യാൻ. എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് നോക്കും. വെറും അശ്രദ്ധ കൊണ്ടാണെങ്കിൽ ഞാൻ എന്നെ റിമൈൻഡ് ചെയ്യും, ഇത്ര പൊട്ട അശ്രദ്ധ ഉണ്ടാക്കരുത്. പിന്നെ നമ്മൾ നോക്കും കണ്ടന്റ് അറിയാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ പ്യുവർ ഫാക്റ്റ് ആയിട്ട് ഫാക്റ്റ് അറിയാത്തതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് ജസ്റ്റ് ഒന്ന്, ഒരു ബുക്ക് ഉണ്ടായിരുന്നു സെപ്പറേറ്റ്, ആ ബുക്കിലൊന്ന് എഴുതി വെക്കും എന്തുകൊണ്ടാണ് തെറ്റിയെന്ന്. അത് എന്തെങ്കിലും പുതിയ കണ്ടന്റ് ആണെങ്കിൽ അത് നോട്ടിലോട്ട് ആഡ് ചെയ്യും, പുതിയ എന്തെങ്കിലും കാര്യം കിട്ടുകയാണെങ്കിൽ. പിന്നെ അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻ, അതിലും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യും. ഇത്രേ ഉള്ളൂ. ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ IPTS തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. IPTSൽ ഓരോ ടെസ്റ്റിലും എന്തൊക്കെയാണ് എത്ര അശ്രദ്ധ കൊണ്ട് എത്ര എണ്ണം തെറ്റി, കണ്ടന്റ് അറിയാത്തതുകൊണ്ട് എത്ര തെറ്റി എന്ന് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് കറക്റ്റ് എന്ന് കാണും. UPSC ആ നോട്ട് ഹൈലൈറ്റ് ചെയ്യും, എന്നാൽ ചിലപ്പോൾ നമ്മുടെ ടെൻഷനിൽ നമ്മൾ അത് മറന്നു. അപ്പോൾ ഈ നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ, അത്ര അശ്രദ്ധകളൊക്കെ ഈ പ്രോസസ്സിലൂടെ കുറയും. കാരണം നമ്മളിത് കണ്ട് നമുക്കൊരു പേടിയാണ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കും, നോട്ട് കറക്റ്റ് ആണോ ചോദിച്ചേക്കുന്നതെന്ന് നോക്കും. ആ ഒരു കാര്യമാണ്. പിന്നെ കണ്ടന്റും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ആവും, നമുക്കില്ലാത്ത കണ്ടന്റ് ആഡ് ചെയ്യും. പക്ഷെ എന്തായാലും ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്യണം. കീ നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കണം. പ്രിലിംസിന്റെ മെയിൻസിന്റെ ആണെങ്കിൽ കീ നോക്കണം. നിങ്ങൾക്ക് മെയിൻസിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടും ഇവിടെ. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ കീയും കൂടെ നോക്കണം. അത്ര CSATലും ഇതേ പ്രോസസ്സ് തന്നെയാണ്. എന്തുകൊണ്ടാണ് തെറ്റിയത്, അശ്രദ്ധ കൊണ്ടാണോ തെറ്റിയത്, ഇതേ കാര്യം നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ, അത്ര ചെയ്താൽ മതി. ഇപ്പൊ ആദ്യമായിട്ട് വായിക്കുമ്പോൾ എല്ലാവർക്കും 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ പോവും. ചിലപ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം എഴുതാനൊക്കെ ഒരു ടെൻഡൻസി വരും. ഐലേണിൽ എന്തായാലും ഒരു ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കുക എന്നുള്ളൊരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊന്നും നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ എന്തായാലും ഉണ്ടാവും. രണ്ടാമത്തത്, ഐലേൺ ബീക്കൺ എന്നൊരു സാധനം പബ്ലിഷ് ചെയ്യും എല്ലാ ദിവസവും രാവിലെ. ബീക്കണിൽ നിങ്ങൾ വായിക്കേണ്ട ആർട്ടിക്കിൾസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കേണ്ട ആർട്ടിക്കിൾസ് ഉണ്ടാവും. 1, 2, 3 മാക്സിമം 15 എണ്ണമൊക്കെ ഉണ്ടാവും മാക്സിമം. അത് മാത്രം നിങ്ങൾ വായിക്കുക. അത് വായിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക, സിലബസ് എടുത്ത് വെച്ചിട്ട് ഇത് സിലബസിൽ അതിനകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ആ സിലബസിൽ ആ സെന്റൻസും അല്ലെങ്കിൽ ആ ഫ്രേസും ആയിട്ടൊന്ന് നോക്കുക, ഇത് ഈ ഏരിയയിലെ സാധനമാണ് എന്നൊന്ന് നിങ്ങൾ നോക്കുക. ഇങ്ങനെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ സിലബസും നമുക്ക് ഇന്റേണലൈസ് ആവും. പിന്നെ പത്രം വായിക്കാൻ നമുക്ക് ഈ ബീക്കൺ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ബീക്കൺ നോക്കണ്ട. പത്രം എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് ചെയ്യുക. പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആവും. അപ്പം നിങ്ങൾ ഒരു ടൈമർ വെച്ചിട്ട് 1 hourന്റെ ടൈമർ വെച്ചിട്ട് പത്രം വായിക്കാൻ ഇരിക്കുക. നമ്മൾ പത്രം വായിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പം നമ്മൾ വേറെ എന്തിലോട്ടെങ്കിലും മനസ്സ് പോയിട്ട് സമയം പോകും. ടൈമർ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. നിങ്ങൾ അതും കൂടെ നോക്കാം, ബീക്കണും ടൈമറും. ഓക്കെ. ഓക്കെ. വർക്ക് ചെയ്തുകൊണ്ട് UPSC പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഹൈബ്രിഡ് ബാച്ച് ആയതിൻ്റെ ഗുണം അതാണ്, നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ഫ്ലെക്സിബിൾ ആണ്. ക്ലാസ്സസ് എപ്പോഴും നിങ്ങളുടെ പോർട്ടലിൽ ഉണ്ടാവും, ഇത്ര നാളത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് കാണാം. ഓരോരുത്തരുടെയും സ്ട്രെങ്ത് അനുസരിച്ചിട്ടിരിക്കും. ഇപ്പം വർക്കും UPSC പ്രിപ്പറേഷനും മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നല്ല കാര്യമാണ്. അത് എന്താ പറയുക, നമുക്ക് ഈ പ്രിപ്പറേഷൻ ഭയങ്കര അൺസർട്ടൺ ആണ്. ആ അൺസർട്ടനിറ്റിക്കിടയിൽ ഒരു എന്താണ് ഒരു തരം കോൺഫിഡൻസ് ജോലി ചെയ്യുന്നതിന് കിട്ടും. പിന്നെ UPSC എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച് പരീക്ഷയിൽ എഴുതുന്ന കാര്യം മാത്രമല്ല, വേറെ ഒരുപാട് ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരായിട്ടൊക്കെ ഇടപെടുമ്പോൾ അങ്ങനെ നമുക്ക് കുറേ നോളജ് ഉണ്ടാവും. അപ്പം എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മാനേജ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉള്ള ആളാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആയിട്ട് പറ്റും. ഹൈബ്രിഡ് ബാച്ച് ആയതിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട് നിങ്ങൾക്ക്. അപ്പം അത് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പേരില്ല ആളുടെ. ക്ലിയർ അല്ലേ? ശരി.
ലിയാന. ഓക്കെ, ലിയാന ക്ലിയർ ആയെന്ന് തോന്നുന്നു. അതേ ഉള്ളായിരുന്നു. PCM സമയത്തൊന്നും സ്ട്രെസ് ഇല്ലായിരുന്നു. പ്രിലിംസിന് വലിയ സ്ട്രെസ് ഇല്ലായിരുന്നു. മെയിൻസ് അങ്ങോട്ട് മെയിൻസ് ആയപ്പോഴാണ് എനിക്ക് സ്ട്രെസ് ഫീൽ ചെയ്ത് തുടങ്ങിയത്. അത് ഈ ഡെയിലി ചെയ്യുന്നോണ്ട് ഇങ്ങനെ ബാക്ക്ലോഗ് വന്ന് അയ്യോ തീരൂല അന്നത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല പ്രിലിംസ് വരെ. അപ്പൊ ഡെയിലി ഒരു ഷെഡ്യൂൾ ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു സമാധാനത്തിൽ അങ്ങനെ പോയി. പക്ഷെ മെയിൻസ് എത്തിയപ്പോഴത്തേക്കും എത്ര പ്ലാൻഡ് ആണെങ്കിലും ഭയങ്കര അൺസർട്ടൻ ആയിരുന്നു മെയിൻസ്. അൺസർട്ടൺ ആണെന്നല്ല, മെയിൻസ് അൺസർട്ടൺ അല്ല ശരിക്കും, പക്ഷെ നമുക്കൊരു എന്തോ ഒരു പുറത്തുനിന്നോ എന്തൊക്കെയോ ഉള്ള ഒരു ആൻസൈറ്റി, കുറേ റിവൈസ് ചെയ്യാനുണ്ട്, ഒരു 2 ദിവസം കൊണ്ട് ഫുൾ സാധനങ്ങൾ റിവൈസ് ചെയ്യണം, ആ ഒരു ഇതുകൊണ്ട് സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ റേസ് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ നെറ്റിൽ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ബ്രീത്ത് എടുക്കും, ലോങ് ബ്രീത്ത്സ് എടുത്ത് നല്ല, അപ്പൊ അങ്ങ് ആശ്വാസം വരെയായിരുന്നു. പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ ഒരുപാട് സ്ട്രെസ് വരാത്തത് ടീച്ചർ സാർ ആദ്യം പറഞ്ഞ 5 hours ബ്രേക്ക് ഞാൻ എല്ലാ വീക്കും എടുക്കുമായിരുന്നു, അത് ചെയ്യുമായിരുന്നു. അപ്പം ഏറ്റവും വലിയ സ്ട്രെസ് വന്നപ്പോൾ ഈ മെയിൻസിന്റെ സമയത്ത് ഈ ബ്രീതിങ് എക്സസൈസ് ചെയ്തു. പിന്നെ പ്രോസസ്സിൽ എൻ്റെ ഒരു PCM പ്രോസസ്സിൽ ഞാൻ ഉറപ്പായിട്ട് ഒരാഴ്ച ബ്രേക്ക് എടുത്തിരുന്നു. അത് എനിക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ സിനിമ കാണും, ചിലപ്പോൾ എന്തെങ്കിലും എൻ്റെ ഹോബി എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ പുറത്തു പോകും, അങ്ങനെ എന്തെങ്കിലും ചെയ്തൊരു 5 to 6 hours അങ്ങനെ കളഞ്ഞിരുന്നു. അപ്പോൾ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാർച്ച് ബാച്ചിലായിരുന്നു. അപ്പോൾ ഓണത്തിന് കുറേ നാൾ അവധി കിട്ടി, പിന്നെ പൂജ ഹോളിഡേയ്സിന് കുറേ നാൾ അവധി കിട്ടി, ക്രിസ്മസിന് കുറേ നാൾ അവധി കിട്ടി. ഈ അവധിക്ക് എല്ലാം കംപ്ലീറ്റ്ലി UPSCയുടെ സർക്കിളിന് പുറത്തു പോകും. 2-3 ദിവസത്തേക്ക് ബുക്ക് ചെയ്ത് ഉറക്കത്തില്ല, എന്നിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പം പെൻഡിങ് വരത്തില്ല, കാരണം ക്ലാസ് ഇല്ലല്ലോ. ക്ലാസ് ഇല്ലാത്തതുകൊണ്ടൊന്നും പെൻഡിങ്ങും വരത്തില്ല. സമാധാനമായിട്ട് പുറത്ത് പോയി കംപ്ലീറ്റ്ലി റെജുവിനേറ്റഡ് ആയിട്ട് തിരിച്ചു വരാം. മൺഡേ അല്ലെങ്കിൽ ഏതാ ദിവസം എന്ന് വെച്ചാൽ ക്ലാസ് തുടങ്ങുമ്പോൾ പിന്നെയും ക്ലാസ്സിൽ കയറായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. കാരണം ഈ ഒരു സാധനത്തിൽ നിന്നൊന്ന് പുറത്തു പോയിട്ട് അകത്ത് വരിക, കുറച്ച് നേരത്തേക്കായാലും കുറേ നേരത്തേക്കായാലും അത് ചെയ്തിരുന്നു. അപ്പൊ ഈ പുറത്ത് പോവാന്നുള്ളത് ഞാൻ മെന്റർഷിപ്പ് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ബ്രേക്ക് ഉറപ്പായിട്ടും എടുക്കണം. ഈ ബ്രേക്ക് എടുക്കാത്തവർ എൻ്റെ അടുത്ത് പറയും, ഞാൻ കഴിഞ്ഞ ആഴ്ച ബ്രേക്കേ എടുത്തിട്ടില്ല, അതുകൊണ്ട് എന്താ പറ്റിയ, മൺഡേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒരു ഫുൾ മൺഡേ അവർക്ക് വേസ്റ്റ് ആയി. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും പറ്റുമ്പോൾ ബ്രേക്ക് എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ് മിക്കവാറും മൺഡേ ആയിരിക്കും. മൺഡേ നിങ്ങൾ പറ്റുവാണെങ്കിൽ ബ്രേക്ക് എടുക്കുക. നിങ്ങൾ നേരത്തെ കൂട്ടി പഠിച്ചാൽ നിങ്ങൾക്ക് സൺഡേ ബ്രേക്ക് എടുക്കാം. അപ്പോൾ നേരത്തെ കൂട്ടി പഠിക്കുക, എന്നിട്ട് സൺഡേ ബ്രേക്ക് എടുക്കുക. മൺഡേക്കാല്, കാരണം മൺഡേ ക്ലാസ് ഉണ്ടല്ലോ, അത് പഠിക്കണമല്ലോ. അപ്പോൾ ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഹോബി നിങ്ങൾ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം. അത് നിങ്ങൾക്ക് സ്ട്രെസ് റിലീഫ് മാത്രമല്ല, നിങ്ങളുടെ ഡാഫിഡിക്ക് ഒരു വാല്യൂ അഡീഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുറേ ലൈഫ് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം UPSCക്ക് വേണ്ടിയിട്ട്. മെയിൻസ് പേപ്പറിൽ പോലും നമുക്കത് എഴുതാം. അപ്പോൾ ആ ഒരു അറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും എക്സ്ട്രാ ഹോബി, നിങ്ങൾ നല്ല എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ നിങ്ങളത് പെർസ്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കുക, അതിലേക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ പുറത്തു പോയിട്ട് അകത്ത് വരുമ്പോഴത്തേക്കും സെറ്റ് ആവേണ്ടതാണ്. പിന്നെ ഇതൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഇതിപ്പോൾ ഒരു മെന്റൽ കണ്ടീഷൻ നമ്മുടെ കയ്യിൽ നിൽക്കാതെ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണാം. നമ്മൾ ഇതൊക്കെ സൈഡ് ബ്രഷ് ചെയ്ത് പോവാതെ ഉറപ്പായിട്ടും ഡോക്ടറെ കാണാം. ഓക്കെ, ചോദിച്ചു. രാവിലെ 9 തൊട്ട് 1:30 വരെയാണ് ക്ലാസ്. ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൻ്റെ ഇടയ്ക്കായിട്ട് ന്യൂസ് പേപ്പർ വായിച്ച് തീർക്കും. ഒരു 3 മണിയോടെ ന്യൂസ് പേപ്പർ തീർക്കും. അതിന് എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ OneNote ഡിജിറ്റലായിട്ട് നോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലെ സബ്ജക്ട്സ് എടുക്കും. ആദ്യത്തെ സബ്ജക്റ്റ് എടുക്കും, അതിൻ്റെ നോട്ടൊന്ന് സെറ്റ് ചെയ്യും. പിന്നെ PYQ, മെയിൻസ് PYQ എടുത്തിട്ട് മെയിൻസ് റെലവൻറ്റ് ടോപ്പിക് ആണെങ്കിൽ അതുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അതിൽ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ഈ 2 ക്ലാസ്സിൻ്റെയും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അത് ആദ്യത്തെ ക്ലാസ് എനിക്ക് ആദ്യം ബേസിക് ഇക്കണോമിക്സ് ആയിരുന്നു. അധികം മെയിൻസ് ക്വസ്റ്റ്യൻസ് ഇല്ല, 1-2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ അതിൽ അത്രേ നോക്കാനുള്ളൂ. ആ സമയത്ത് പ്രിലിംസ് നോക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം ഏതാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിനനുസരിച്ച് ആ മെയിൻസ് ആ ടോപ്പിക് എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് ആണെങ്കിൽ കുറച്ച് എൻവയോൺമെന്റ് ഏൻഷ്യൻ ഹിസ്റ്ററി ആണ് നിങ്ങൾക്ക് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഏൻഷ്യൻ ഹിസ്റ്ററി ഈ 2 ടോപ്പിക്കിനെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചങ്ങോട്ട് ആയാലേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റൂ. ഭയങ്കര ജനറൽ ആണ്. ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രോഡാണ്. മെയിൻസിലെ ക്വസ്റ്റ്യൻ ഏൻഷ്യൻ ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ ചേർന്നിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എൻവയോൺമെന്റിലും അങ്ങനെയാണ്, കറണ്ട് അഫയേഴ്സും കുറച്ചും കൂടെ ബ്രോഡാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മെയിൻസിലേക്ക് നോക്കിയാൽ മതി. അതിൻ്റെ ഒന്ന് നോട്ട് സെറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ ഇപ്പോൾ പോകണ്ട. ഞാൻ പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് സബ്ജക്ട്സ് ഉണ്ടല്ലോ, പൊളിറ്റി, ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, അങ്ങനത്തെ സ്റ്റാൻഡേർഡ് സബ്ജക്ട്സിൽ സ്റ്റാൻഡേർഡ് സോഴ്സ് ഉള്ളിടത്താണെങ്കിൽ മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട്, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സബ്ജക്ട്സിൽ നോട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് പോവാം. അങ്ങനെ ചെയ്യാം. അത് ഇപ്പോൾ ഇതൊരു 9 മണിയൊക്കെ ആവും ഇത് തീരാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ബ്രേക്ക് എടുക്കും, ഫുഡൊക്കെ കഴിക്കും, വർക്കൗട്ട് ചെയ്യും, നടക്കാൻ പോകും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു 2-3 മണിക്കൂർ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയോടെ 2 സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഓപ്ഷണലും കൂടെ പഠിക്കും. ഓപ്ഷണലിൽ നോട്ട് എഴുത്തായിരുന്നു. എൻ്റെ ഓപ്ഷണൽ 2022 ഞാൻ ഓപ്ഷണലിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവിഷനും നോട്ട് എഴുത്തുമായിരുന്നു എനിക്ക് ആ രാത്രിത്തെ സമയത്ത്. ഇതായിരുന്നു എൻ്റെ റുട്ടീൻ. പിന്നെ കിടക്കുമ്പോൾ കുറേ ലേറ്റ് ആവും. രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുന്നത്. ഒരു 8:30 എണീറ്റിട്ട് 9:15 ക്ലാസ്സിൽ കയറുമായിരുന്നു. ഓൺലൈൻ ആയതുകൊണ്ട് ഇതായിരുന്നു റുട്ടീൻ. പിന്നെ എക്സാം വരുമ്പോൾ, ഇപ്പോൾ ക്ലാസ് ടെസ്റ്റ് തുടങ്ങുമ്പോൾ ഡെയിലി ഒരു സ്ലോട്ട് ക്ലാസ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ. ഇപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ ക്ലാസ് ടെസ്റ്റ് ആണ്, പ്രിലിംസ് ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ കുറച്ച് ഒരു മൊഡ്യൂൾ പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ദിവസം കുറേശ്ശെ അത് കവർ ചെയ്തു പോകും. നോക്കണം. വേണ്ട, ഇപ്പോഴേ നോക്കിക്കോ. എന്തായാലും നിങ്ങൾക്ക് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ PYQ ചെയ്യിക്കും. മെയിൻസ് PYQ ചെയ്യിക്കും, പ്രിലിംസ് PYQ ചെയ്യിക്കും. പക്ഷെ നിങ്ങൾ നോക്ക്, ഒരു പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കമ്പൈലേഷൻ ബുക്ക് ഉണ്ട് ഓരോ ടോപ്പിക്കിൽ. ഇപ്പോൾ എൻവയോൺമെൻറ്റ് ആണെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഇതുവരെ വന്നിട്ടുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻ, എൻവയോൺമെൻറ്റിൽ ഓരോ ഏരിയയിലെയും ക്വസ്റ്റ്യൻസ്, അതൊന്നും ഒന്നിച്ചാണോ എനിക്കത് ഓർമ്മയില്ല. എന്തായാലും ഏരിയ സ്പെസിഫിക്, ടോപ്പിക് സ്പെസിഫിക് ക്വസ്റ്റ്യൻസിൻ്റെ കമ്പൈലേഷൻ ഉണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഒരു ബുക്ക് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് പോവാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 1857 1857 വിമൻ്റെ റോളാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ, അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ നോക്കണ്ട, കാരണം ആ ക്വസ്റ്റ്യൻ നോക്കണ്ട, കാരണം നിങ്ങളുടെ നോട്ടിൽ അതിൻ്റെ കണ്ടന്റ് ഉണ്ട്. അങ്ങനെ ഇപ്പോഴേ നിങ്ങൾ എന്തായാലും നോക്കി പോവുക. നമ്മൾ എത്രത്തോളം നോക്കുന്നു അത്രത്തോളം നമ്മൾ ഫെമിലിയർ ആവും, അത് നമ്മുടെ ഒരു ശീലമാവും. ഇതൊരു ശീലമാവണം. PYQ നോക്കിയേ പറ്റുള്ളൂ. ഒരു സൈഡിൽ PYQ, ഒരു സൈഡിൽ സിലബസും വെക്കുക പറ്റുമ്പോൾ. ഈ ക്ലാസ്സിൽ ഡെയിലി നമ്മൾ പഠിക്കുന്നു, അന്ന് ഒന്നും കൂടെ ഇരുന്ന് ഒന്ന് റിവൈസ് ചെയ്ത് നോട്ട് സെറ്റ് ചെയ്യുന്നു. ഇനി ഇത് പഠിക്കുന്നത് എൻ്റെ പ്രിലിംസിൻ്റെ ക്ലാസ് ടെസ്റ്റ് വരുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ആ വീക്ക്, ഇപ്പം മൺഡേ ആണ് ടെസ്റ്റ് എങ്കിൽ അതിന് മുമ്പത്തെ മൺഡേ മറ്റോ സ്കെഡ്യൂൾ വരും. അപ്പം മൺഡേ ടു ഫ്രൈഡേ ഒരു സ്ലോട്ട് ഇട്ടിട്ട് ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യും ഈ മൺഡേയിലത്തെ ക്ലാസ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേയോ, ഇപ്പോൾ പ്രിലിംസ് ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ പ്രിലിംസിൻ്റെ PYQ എടുത്തിട്ട് ആ വിഷയം, ഇപ്പോൾ എൻവയോൺമെന്റ് ആണെങ്കിൽ എൻവയോൺമെന്റിലെ PYQ ഒരു 30 മിനിറ്റ് വല്ലതും സമയം വെച്ചിട്ട് അപ്പം ചെയ്യാൻ പറ്റുന്ന അത്രയും മാത്രം ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം പോയി ടെസ്റ്റ് എഴുതും. പിന്നെ ടെസ്റ്റിന്റെ കീ നോക്കും, ഇവാലുവേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത റിവിഷൻ വരുന്നത് മെയിൻസ് ക്ലാസ് ടെസ്റ്റ് വരുമ്പോഴാണ്. അപ്പോഴും ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നേരത്തെ നമുക്ക് അറിയും, ഒരാഴ്ചക്ക് മുമ്പ് അറിയും. അപ്പം നമുക്ക് 2 ആഴ്ച സമയം ഉണ്ടെങ്കിൽ ആ 2 ആഴ്ച കൊണ്ട് ഈ എൻ്റയർ എൻവയോൺമെന്റിന്റെ മൊഡ്യൂളും ബ്രേക്ക് ഡൗൺ ചെയ്ത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എന്തായാലും പഠിക്കണം. അതിൻ്റെ കൂടെ ഒരു 1 hour 2 hour ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ക്ലാസ് ടെസ്റ്റ്. അപ്പോഴത്തേക്കും 3 റിവിഷനായി. പിന്നെ ഞാൻ പഠിച്ചിരുന്നത് IPTS ആകുമ്പോഴാണ്. പ്രിലിംസ് ടെസ്റ്റ് സീരീസിന് സെക്ഷണൽ ടെസ്റ്റ് തുടങ്ങും. അപ്പോഴാണ് പിന്നെ പഠിച്ചിരുന്നത്. എന്താണ് എന്തായാലും ഞാൻ സേവ് മൈ ടൈം എന്നൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പിൽ ഞാൻ എൻ്റെ ടാർഗറ്റ് 8 hours ഒക്കെ ആയിരുന്നു ആദ്യം PCM തുടങ്ങിയപ്പോൾ. പിന്നെ 8 hours അച്ചീവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഇൻക്ലൂഡിങ് ക്ലാസ് ആണേ, ക്ലാസ്സും പഠിത്തവും കൂടെ ചേർത്ത് 8 hours ആദ്യമൊക്കെ. കുറച്ച് അങ്ങോട്ടായപ്പോഴത്തേക്കും ഞാനത് 10 ആയി, കാരണം 8 തീരുന്നില്ല. അതുകൊണ്ട് ഞാൻ 10 ആക്കി. പിന്നെ 10 അച്ചീവ് ചെയ്യാൻ നോക്കുമായിരുന്നു. പിന്നെ ഞാൻ 10 എന്നുള്ളത് ഞാൻ കൂട്ടിയിട്ടില്ല എൻ്റെ ടാർഗറ്റ്. പക്ഷെ എന്നാലും മെയിൻസിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഭയങ്കര 10-15 ആവും. ആയേ പറ്റുള്ളൂ, എന്നാലേ തീരുള്ളൂ നമ്മൾ റിവൈസ് ചെയ്ത്. അപ്പോൾ ഒരു 8 hours നിങ്ങൾ മിനിമം ടാർഗറ്റ് വെക്കുക. പക്ഷെ 8ൽ കൂടുതൽ പഠിച്ചാലേ തീരുള്ളൂ, അത് പറയണമല്ലോ. അത്രേ ഉള്ളൂ. എന്തോ പോട്ടെ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Okay. Uh,
So thank you, Devika. Devikയുടെ ഇൻസ്പയറിംഗ് UPSC ജേർണി പറഞ്ഞു എങ്ങനെയാണ്, ആൻഡ് ഓൾസോ ഐ വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. താങ്ക് യു ദേവിക. ആൻഡ് ദേവിക്ക് വേറൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, സോ ഷീ വിൽ ബി ലീവിംഗ് നൗ. So thank you. And okay. And so I'd like to thank our directors, Mr. So I'd like to thank our directors, Mr. Vishnu Krishna and Dice Jose, for delivering the welcome speech and sharing the journey of Island IAS. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. ഇനിയുള്ള ദിവസങ്ങളിലെ സെഷൻസ് ഒക്കെ ഉണ്ടാവും. ഇനിയുള്ള പല സെഷൻസിലും യു വിൽ ബി ഹാവിങ് ഇന്ററാക്ഷൻസ് വിത്ത് ടോപ്പേഴ്സ്. അപ്പം അതുകൊണ്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇനിയുള്ള ഒക്കേഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് പല ടോപ്പേഴ്സ് ഇപ്പോഴും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓരോ സെഷൻസ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ്സോ അല്ലെങ്കിൽ സ്ട്രാറ്റജി സെഷൻസോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ യു ക്യാൻ ആസ്ക് യു ഡൗട്ട്സ് ടു ദം ഓൾസോ. ആൻഡ് പിന്നെ ഒരു 2-3 കാര്യം പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ആ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുക. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ ദ ടെലിഗ്രാം ചാനൽ. ആൻഡ് നമ്മുടെ ഷെഡ്യൂൾസും അപ്ഡേറ്റ്സ് ഒക്കെ അതിലാണ് വന്നിട്ടുണ്ടാവുക. അതെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? ഇനിയുള്ള വീക്കിലുള്ള ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഓൾറെഡി. സോ ഇനിയുള്ള 3 ദിവസങ്ങളിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് 2 ദിവസം ജനറൽ ഓറിയന്റേഷൻ സെഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതിൽ നാളെയും മറ്റന്നാളും നമ്മുടെ ഷിനാസ് സാർ ആയിരിക്കും, നമ്മുടെ ഐലൻഡ് ഡയറക്ടറാണ്. ഷിനാസ് സാറിൻ്റെ ആയിരിക്കും ജനറൽ ഓറിയന്റേഷൻ സെഷൻ ഉണ്ടാവാം. അപ്പം അതിൽ 10:30 to 12:30 ആണ് ടൈമിംഗ് വരിക. അപ്പം അതിൽ നിങ്ങളുടെ ഈ ഒരു എക്സാമിനെ പറ്റി മൊത്തം സാർ ഡിസ്കസ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് ഈ ഒരു എക്സാമിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ഉള്ളത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, സിലബസ് ഡീകോഡിംഗ് ഒക്കെ സാർ ഡിസ്കസ് ചെയ്യും നിങ്ങളോട്. അപ്പോൾ അത് ആയിരിക്കും ഇനിയുള്ള നാളെയും മറ്റന്നാളുള്ള സെഷൻസ് ഉണ്ടാവുക. ആൻഡ് സാറ്റർഡേ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു കറണ്ട് അഫയേഴ്സ് ആൻഡ് നോട്ട് മേക്കിംഗ് സെഷൻ ഉണ്ട്. അപ്പോൾ അതെടുക്കാൻ പോകുന്ന മെൽവിൻ എന്ന് പറഞ്ഞൊരു സാറാണ്. മെൽവിൻ ജെയിംസ് പറഞ്ഞ പുള്ളിക്കാരൻ ഓൾറെഡി സർവീസിലുള്ള ഒരാളാണ്, ഇപ്പോൾ ലീവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ മെൽവിൻ ജെയിംസ് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലാണ്. അപ്പോൾ പുള്ളിക്കാരനായിരിക്കും കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട് മേക്കിംഗ് സെഷൻ എടുക്കുന്നുണ്ടാവും. സോ യു ക്യാൻ ഓൾസോ ആസ്ക് ഹിം യുവർ ക്വയറീസ് റിലേറ്റഡ് ടു വാട്ട് നോട്ട് മേക്കിംഗ് സെഷൻ. ആൻഡ് അപ്പം ഈ ഒരു 3 ഡേ ഇനി വരുന്ന വീക്കിലുള്ള 10:30 to 12:30 ആണ് ടൈമിംഗ് വരിക. ക്ലാസ് റൂം ഇത് തന്നെ ആയിരിക്കും. ലക്ഷ്മി ബിൽഡിംഗ് ആണിത്, 2nd floor ക്ലാസ് റൂം. നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ റീഡിംഗ് റൂം ഉണ്ട്, non-AC. ആൻഡ് പിന്നെ താഴെ ഒരു ക്ലാസ് റൂം ഉണ്ട്, AC റീഡിംഗ് റൂം ഉണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ പേര് ലക്ഷ്മി ബിൽഡിംഗ് എന്നാണ്. ഈ ബിൽഡിങ്ങിൽ 2nd ഫ്ലോറിലായിരിക്കും നിങ്ങളുടെ ക്ലാസ് ഉണ്ടാവും ത്രൂ ഔട്ട്. ഓൾസോ വി ഹാവ് എ ബിൽഡിംഗ് നെക്സ്റ്റ്, നമുക്കൊരു മുല്ലശ്ശേരി ടവർ എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ റിപ്രോഗ്രാഫിക്സ് ഹാൻഡ് ഔട്ട്സ് ഒക്കെ. ഇൻ കേസ് ക്ലാസ്സിൽ ഹാൻഡ് ഔട്ട്സ് തരും, ഇൻ കേസ് നിങ്ങൾ മിസ് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ റിപ്രോഗ്രാഫിക്സ് റൂമിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അവിടെ നമുക്കൊരു റീഡിംഗ് റൂം ഉണ്ട്. സോ നെക്സ്റ്റ് ബിൽഡിംഗ് ഈസ് കോൾഡ് മുല്ലശ്ശേരി ടവേഴ്സ്. പിന്നെയുള്ള 3ാമത്തെ ബിൽഡിംഗ് നമ്മുടെ കോർപ്പറേറ്റ് ബിൽഡിംഗ് ആണ്. നിങ്ങളെല്ലാവരും അഡ്മിഷൻ എടുക്കാൻ വന്നപ്പാട് കണ്ട ബിൽഡിംഗില്ലേ, അതാണ് കോർപ്പറേറ്റ് ബിൽഡിംഗ്. അവിടെ ആയിരിക്കും നമ്മുടെ ഡയറക്ടേഴ്സും എല്ലാവരും ഉണ്ടാവുക. ആൻഡ് പിന്നെ ഒരു പുതിയ ബിൽഡിംഗ് കൂടി, മെന്റർഷിപ്പ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത്, കോർപ്പറേറ്റ് ബിൽഡിംഗ് തൊട്ടപ്പുറത്ത് എന്തുണ്ട്, ലതിക ആർക്കേഡ് എന്ന് പറയുന്ന ബിൽഡിംഗ് ഉണ്ട്. അവിടെ നമ്മുടെ എന്താണ് മെന്റർഷിപ്പിൻ്റെ വെന്യൂസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാം. ആൻഡ് അവിടെയാണ് ജിഷ്ണു സാറിൻ്റെയും ക്യാബിൻ വേറെ ഡയറക്ടറായിട്ടുള്ളത്. അപ്പം സാറിന് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും സാർ. ആൻഡ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിനോടാണ്. അപ്പോൾ ഓൺലൈനിൽ ഇനീഷ്യലി സൂം ലിങ്ക് വഴി ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. അതിനുശേഷം ബൈ നെക്സ്റ്റ് വീക്ക് എന്തുണ്ടാവും, നമുക്കൊരു പ്ലാറ്റ്ഫോം ആക്സസ് തരും എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലായിരിക്കും എന്തുണ്ടാവും, നമ്മുടെ ക്ലാസ് റെക്കോർഡിങ്സ് ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇൻ കേസ് നിങ്ങൾ ഓൺലൈനിലായിട്ട് ഇടയ്ക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ ഫോർ ടൈം ബീങ് നമ്മുടെ കോർപ്പറേറ്റ് ബിൽഡിങ്ങിലുള്ള ഫ്രണ്ട് ഡെസ്കിലുള്ള ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം. ആ നമ്പറിലോട്ട് വിളിച്ച് സംസാരിക്കാം. ആൻഡ് ബാക്കിയുള്ള റെസ്പോൺസിബിൾ ആൾക്കാരുടെ നമ്പേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഗ്രൂപ്പിൽ വഴിയെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഈ വീക്ക് മാത്രമേ നിങ്ങൾക്ക് 10:30 to 12:30 എന്നുള്ളൊരു ടൈം ടേബിൾ ഉണ്ടാവും. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് എന്തായിരിക്കും, റെഗുലർ ടൈം ടേബിൾ ആയിരിക്കും. മോർണിംഗ് 9:15 to 1:30 വരെയുള്ള ടൈം ടേബിൾ. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾസ്, അത് നോക്കിയിട്ട് വരാം എന്തായാലും. സോ ഓൾസോ finally, I would like to thank all the students who are present here and the parents who have accompanied them. Thank you, and all the very best for your preparation journey. Thank you all. We'll wind up.